ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ജോഗ്രഫി ബാക്കി പോർഷൻസ് സെറ്റായിട്ട് പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 22 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടായിരുന്നു. നമ്മുടെ നോർത്തേൺ മൗണ്ടൻസ് 3 ഡിവൈഡ് ചെയ്തു. അത്ര വരെ ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? ഏതൊക്കെയാണ്? നമ്മുടെ ട്രാൻസ് ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ് നിർത്തി അല്ലേ? അപ്പോൾ ഇതുവരെ എല്ലാവരും സെറ്റായിട്ട് പഠിച്ചില്ലേ? ഇനിയുള്ള ഭാഗം കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞേ നല്ല ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റുന്നില്ല, കൺഫ്യൂഷനാണ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറയാം, നമുക്ക് ജിയോഗ്രഫി കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അത് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കേട്ടതിന് ശേഷം അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? പഠിച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് അത് റിവൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പിന്നീട് കുറേ ദിവസം കഴിഞ്ഞിട്ട് പഠിക്കുമ്പം എന്തായാലും കൺഫ്യൂഷനാവും, മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടതിൻ്റെ കൂടെ തന്നെ ഒരു വട്ടം പഠിക്കാം. കണ്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കണം. പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും പഠിക്കണം. പഠിക്കാമെന്ന് വെച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക വേണ്ട അല്ലേ? അപ്പോൾ കുറച്ച് ഇതായിട്ട് എന്ത് ചെയ്യുക? പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ എല്ലാ പോർഷൻസും വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പാഠം സെറ്റാണ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസൊക്കെ സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം. പിന്നെ നമ്മളിതിന് നോട്ട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടാൽ മതി, നോട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഒരു മാപ്പ് കാണിച്ചിട്ടാണ്. മാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ ചാപ്റ്ററിൽ ഒരുപാട് മാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയൊന്നും ചെയ്യരുത്. മാപ്പ് എന്തിനാണ്? നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ പഠിക്കുന്ന സ്ഥലമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എവിടെയാണ് കിടക്കുന്നതെന്ന്? ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് മാപ്പ് കാണുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം. നമ്മൾ പഠിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കാം ഈ ട്രാൻസ് ഹിമാലയാസ് എവിടെയാണെന്നും പിന്നെ നമ്മുടെ ഹിമാലയാസ് എവിടെയാണെന്നും ഈസ്റ്റേൺ ഹിൽസ് എവിടെയാണെന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നോക്കിയല്ലോ നമുക്ക്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആരുള്ളത്? പറഞ്ഞേ, സ്കൂളിലെ ക്ലാസ്സൊക്കെ കേട്ടിട്ടില്ല നിങ്ങളിരിക്കണത്? പറഞ്ഞേ, അവിടെ ട്രാൻസ് ഹിമാലയാസ് ഉണ്ട് അല്ലേ? ഈ ഒരു റീജിയനിലാണ് നമ്മുടെ ഹിമാലയാസ് ഉള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ആരുള്ളത്? ഈസ്റ്റേൺ ഹിൽസ് ഉള്ളത് അല്ലേ? യെസ്. അപ്പോൾ ട്രാൻസ് ഹിമാലയാസ് ഞാൻ പറഞ്ഞു ഇവിടെയുള്ളതെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കിയിട്ട് എക്സാമ്പിൾസ് പറഞ്ഞതേ വേഗം എനിക്ക്. അവിടെ നമ്മുടെ കാരഗോറുണ്ട്, ലഡാക്ക് ഉണ്ട്, സാസ്കറും ഉണ്ട് കേട്ടോ. സാസ്കർ റേഞ്ചസും എവിടെയാണ് വരുന്നത്? ട്രാൻസ് ഹിമാലയാസിലാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ എഴുതില്ലേ? എന്തൊക്കെ എഴുതും? കാരകോരം, ലഡാക്ക്, സാസ്കർ. നിങ്ങൾ ലഡാക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? റീൽസിലും ഒക്കെ ലഡാക്കിലേക്ക് പോവാന്നൊക്കെ. യെസ്. അപ്പം ഇനി ലഡാക്ക് എന്ന് കേട്ടാൽ നിങ്ങൾ ആലോചിക്കണം, ലഡാക്ക് ഞാൻ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കുന്നത്? നമ്മുടെ ട്രാൻസ് ഹിമാലയാസിലാണ് ആരുള്ളത്? ലഡാക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ട്രാൻസ് ഹിമാലയാസിന് എക്സാമ്പിൾ പഠിച്ചില്ലേ? കാരകോരം, പിന്നെ ലഡാക്ക്, സാസ്കർ. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയാസ് നമ്മൾ പഠിച്ചു. അടുത്തതാണ് ഹിമാലയാസ്. ഹിമാലയാസിൽ 3 റേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ 3 ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, പാരലൽ ആയിട്ടാണ് ഈ 3 മലനിരകളും കിടക്കുന്നത്. ഏതൊക്കെയാണ് ഹിമാലയയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നത്? ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, ശിവാലിക് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ അതും പഠിച്ചു. അത് നിങ്ങൾ ഈ ബോക്സിൽ എഴുതില്ലേ? യെസ്. അടുത്തതാണ് ഈസ്റ്റേൺ ഹിൽസ്. ഈസ്റ്റേൺ ഹിൽസ് ഇവിടെ കിടക്കുന്നതാണ് ഈസ്റ്റേൺ ഹിൽസ്. ഏതൊക്കെയാണ്? വേഗം നോക്കിയിട്ട് ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ. നാഗാ ഹിൽസ് ഉണ്ട് അല്ലേ? നാഗാ ഹിൽസ് ഉണ്ട്, മിസോ ഹിൽസ് ഉണ്ട്, ഗാരോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു 2-3 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കില്ലേ? അപ്പോൾ നമ്മളിതൊക്കെ നിങ്ങൾ ഈ മാപ്പ് പഠിച്ചു കഴിഞ്ഞു, ട്രാൻസ് ഹിമാലയാസിൻ്റെ എക്സാമ്പിളും പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സാമ്പിൾ ചോദിക്കൂട്ടാ, അപ്പോൾ നിങ്ങൾ പറയണം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. നമുക്ക് അടുത്തത് നോക്കാം. Now you have familiarized with the major mountain ranges of the northern Himalayas and their location. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട നോർത്തേൺ മൗണ്ടൻസും അതിൻ്റെ ലൊക്കേഷനൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ. The northernmost division of the Trans Himalayas is also known as Tibetan Himalayas. ഇവർ പറയുകയാണേ
നമ്മുടെ ട്രാൻസ് ഹിമാലയാസ് എവിടെയാണ്? ഇവിടെ അല്ലേ? ആ ട്രാൻസ് ഹിമാലയാസിൻ്റെ നോർത്ത്. അങ്ങനെ നോർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം മുകളിൽ എന്നല്ലേ പറയുന്നത്. നോർത്ത് ഭാഗം എവിടെയാ? അപ്പോൾ ട്രാൻസ് ഹിമാലയാസ് ഇവിടെയാണ്. അതിൻ്റെ ഏറ്റവും നോർത്തേൺ ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന നമ്മുടെ ആ ട്രാൻസ് ഹിമാലയാസിൻ്റെ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ടിബറ്റൻ ഹിമാലയാസ്. എന്താണ്? ടിബറ്റൻ ഹിമാലയാസ്. മറക്കില്ലല്ലോ. Having an average elevation of 3000 meters, the Trans-Himalayas has an approximate width of 40 km and a length of 965 km. ഇനി നമ്മൾ ട്രാൻസ് ഹിമാലയാസിൻ്റെ എലിവേഷനും വിഡ്ത്തും അതുപോലെ ലെങ്ത്തും പറയാൻ പോവാണ്. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ കുറേ നമ്മൾ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? ശരിക്കും പഠിച്ചു വെക്കണേ. ഇപ്പോഴേ ഒന്ന് മനസ്സിലുറപ്പിക്കുക, മറക്കില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ എലിവേഷനാണ് ആദ്യം. എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമുദ്രനിരപ്പ് കണ്ടിട്ടില്ലേ? സീ ലെവൽ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് എത്ര ദൂരമുണ്ട് നമ്മുടെ ട്രാൻസ് ഹിമാലയാസ്, എത്രയുണ്ട്? അതാണ് നമ്മുടെ 3000 മീറ്റേഴ്സ്. ക്ലിയർ ആണോ? അപ്പം എലിവേഷൻ ചോദിച്ചാൽ എത്രയെന്ന് എഴുതണം? 3000 മീറ്റേഴ്സ് എഴുതണം. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ലെങ്ത്തും വിഡ്ത്തും പഠിക്കണം. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 40 കിലോമീറ്റേഴ്സ് വിഡ്ത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ട്രാൻസ് ഹിമാലയാസിൻ്റെ വിഡ്ത്ത് 40 കിലോമീറ്റർ ആണെന്ന്. അപ്പോൾ എത്ര വലുതായിരിക്കും അല്ലേ? എത്ര പരന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ് ഹിമാലയാസിൻ്റെ വിഡ്ത്ത് 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതേപോലെ ലെങ്ത്ത് എത്രയുണ്ട്? 965 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് എവിടെയെങ്കിലും റഫ് ബുക്കിലോ എവിടെയെങ്കിലും സൈഡിൽ ചെറുതായി നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അപ്പോൾ മറക്കില്ല കേട്ടോ. ദി കാരഗോരം റേഞ്ച് കണക്ട്സ് ഹിമാലയാസ് വിത്ത് ദി പാമിർ നോട്ട്. ഈ കാരഗോരം റേഞ്ചാണ് എന്ത് പറയുന്നത്? ഹിമാലയാസിനെ പാമിർ നോട്ടുമായി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാരഗോരം റേഞ്ച് ഒരു പാലം പോലെ നിൽക്കുന്നു വിചാരിക്കുക. ഹിമാലയാസ് എവിടെയാണ്? ഇവിടെയാണല്ലേ. അപ്പോൾ ഈ ഹിമാലയാസിനെ പാമിർ നോട്ട് എവിടെയാണെന്ന് അറിയാലോ അല്ലേ? അത് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പാമിർ നോട്ടുമായി കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കാരഗോരം റേഞ്ചാണ്. അപ്പോൾ കാരഗോരം റേഞ്ച് വഴിയാണ് ഹിമാലയത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്? പാമിർ നോട്ടിലോട്ട് പോകേണ്ടത്. എന്താണ് പാമിർ നോട്ട്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ട് ശരിക്കും അറിയാത്തവർ എന്ത് ചെയ്യണം? വേഗം പോയിട്ട് ഫസ്റ്റ് വീഡിയോ കാണണേ, അല്ലെങ്കിൽ ഒന്നും ക്ലിയർ ആവില്ല. ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു പോകും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ പാമിർ നോട്ടുമായി എന്ത് ചെയ്യണം? നമ്മുടെ ഹിമാലയാസിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കാരഗോരം റേഞ്ചാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? യെസ്. അപ്പം നമ്മൾ ഈ പേജ് മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Don't you see 3 parallel ranges that extend to the south of the Trans-Himalayas towards the east? അപ്പോൾ നമ്മൾ മാപ്പിൽ കണ്ടല്ലേ, നമ്മുടെ ട്രാൻസ് ഹിമാലയാസിൻ്റെ അടിയിലായിട്ട്, അടിയിലെന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ഈസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഹിമാലയാസിനെ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഹിമാലയാസ് ഇവർ പറയുന്നത് പാരലായിട്ട് കുറച്ച് മൗണ്ടൻസിനെ കണ്ടില്ലേ എന്ന്. പാരലായിട്ടുള്ള മൗണ്ടൻസ് ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? ഏതാണ്? ഹിമാലയാസ് അല്ലേ? അതെ. ഏതൊക്കെയാണ് അതൊക്കെ? എക്സാമ്പിൾ പറഞ്ഞേ. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. യെസ്. അപ്പോൾ ഈ 3 പാരലായിട്ട് കിടക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് കണ്ടില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ കണ്ടു അല്ലേ? യെസ്. ദീസ് പാരലൽ മൗണ്ടൻ റേഞ്ചസ് ആർ ദി ഹിമാദ്രി, ദി ഹിമാചൽ ആൻഡ് ദി ശിവാലിക്സ്. നമ്മൾക്ക് ഓൾറെഡി അറിയാം, അവർ പറയേണ്ട കാര്യമില്ല, നമ്മൾ മാപ്പ് നോക്കി പഠിച്ചതാണ് അല്ലേ? ഏതൊക്കെയാണ്? ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, ശിവാലിക് ഉണ്ട്. ദീസ് 3 റേഞ്ചസ് ടുഗെദർ ഫോം ദി ഹിമാലയാസ്. ഈ 3 റേഞ്ചസിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ദി ഹിമാലയാസ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഹിമാലയൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അവരെല്ലാവരെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. അത്ര വലിയ കുറേ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ 3 പേരെയും പറ്റി പഠിക്കും. അതിലാദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശിവാലിക്കിനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയിട്ടാണ്? ശിവാലിക്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിലേ
നമ്മൾ ഇന്ത്യനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ പാർട്ടിൽ എന്താണ്, ഒരുപാട് മൗണ്ടൻസ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരുപാട് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അത് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഏരിയ ആണ്. അവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യാം അല്ലേ. ഇവിടെ ഡെസേർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പം മൗണ്ടൻ റീജിയൻസിന് തൊട്ട് താഴെ എന്താണ്, പ്ലെയിൻ അല്ലേ. അതെ. അപ്പോഴാണ് നമ്മുടെ ശിവാലിക് റേഞ്ചിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഗംഗാ പ്ലെയിൻ കിടക്കുന്നത്. അപ്പോൾ ഈ ഗംഗാ പ്ലെയിൻ്റെ ബോർഡർ അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ശിവാലിക് റേഞ്ച് ആവില്ലേ. യെസ്. അപ്പോൾ ശിവാലിക് റേഞ്ചിൻ്റെ ബോർഡറായിട്ട് കാണപ്പെടുന്നത് ഗംഗാ പ്ലെയിൻ ആണ്. മനസ്സിലായില്ലേ ഇപ്പം നമുക്ക്. യെസ്. ഇനി നമുക്കതൊന്ന് വായിക്കാം. ദി ശിവാലിക് റേഞ്ച് which is the southernmost of the Himalayan ranges and forms the borders of Ganga plains, has a width ranging from an average of 60 to 150 kilometers. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു ഹിമാലയൻ റേഞ്ചസിൻ്റെ താഴ്ഭാഗത്താണ് നമുക്ക് ശിവാലിക്കിനെ കാണാൻ പറ്റുക. ശിവാലിക്ക് ഗംഗാ പ്ലെയിൻസിൻ്റെ ബോർഡറാണ് പറഞ്ഞില്ലേ. യെസ്. ഇനി അവർ പറയുന്നത് ശിവാലിക് റേഞ്ചിൻ്റെ വിഡ്ത്താണ്. വിഡ്ത്ത് എത്രയാണ്, ഒരു ആവറേജ് കണക്കാനായിട്ട്, അത് കൃത്യമായിട്ട് കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് 60 മുതൽ 150 വരെ അങ്ങനെ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയില്ല. ഓക്കെ. അപ്പോൾ ആവറേജ് വിഡ്ത്ത് എത്രയാണ് ശിവാലിക്കിൻ്റെ, 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ടിബറ്റൻ ഹിമാലയാസ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ് ഹിമാലയാസിൻ്റെ ലെങ്ത് എത്രയായിരുന്നു, ഓർമ്മയുണ്ടോ? ട്രാൻസ് ഹിമാലയാസിൻ്റെ ലെങ്ത്ത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, 965 കിലോമീറ്റർ. ഓക്കെ. ശിവാലിക്കിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു, വിഡ്ത്ത് 60 to 150 കിലോമീറ്റർ. അപ്പം ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റണം. അതിനെന്ത് ചെയ്യണം, കൂടെ പഠിക്കണം, ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കണം. ഓക്കെ. യെസ്. ഇവിടെ നോക്കിക്കേ, ഞാനൊരു 3 വര വരച്ചിട്ടുണ്ട്, കാണാല്ലേ. അത് 3 വരകളല്ല, അത് ഞാൻ നമ്മുടെ ശിവാലിക്കിനെയും ഹിമാലയനെയും ഹിമാദ്രീനെയും വരച്ചതാണ്. ദേ ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ശിവാലിക്ക്. ഓക്കെ. ഏറ്റവും മുകളിൽ കാണുന്നതാണ് നമ്മുടെ ഹിമാദ്രി ട്ടാ. അപ്പം ഇവർ പറയുന്നത് ശിവാലിക്കാണ് ഔട്ടർ മോസ്റ്റ് പാർട്ടെന്ന്. എന്താണ് ഔട്ടർ മോസ്റ്റ്? നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശിവാലിക്ക് ഏറ്റവും ഉള്ളിലല്ലേ, അത് ഇന്നറാണ്. പക്ഷേ ഇന്നർ പാർട്ടല്ല, ശിവാലിക്ക് എന്താണ്, ഔട്ടർ പാർട്ടായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ പഠിക്കൂലേ നിങ്ങൾ? അപ്പം ഔട്ടർ പാർട്ടായിട്ട് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ റേഞ്ച് ഏതാണ്, ശിവാലിക്കാന്ന് പറയാനായിട്ട് പറ്റണം. ക്ലിയർ അല്ല? അതുകൊണ്ട് ഞാൻ വരച്ച് കാണിച്ചു തന്നത്. ശിവാലിക്കിനെ ഔട്ടർ മോസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ടർ ഹിമാലയാസ് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ ഹിമാചലിനെ ഹിമാലയ എന്നാണ് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു മിസ്റ്റേക്കാണ്, കറക്റ്റ് ചെയ്യണം. ഒന്നുമില്ല, ഞാൻ ഹിമാചലിന് പകരം ഹിമാലയ എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ. എനിവേ നമുക്ക് അടുത്തത് പഠിക്കാം. നമ്മൾ ആരെ പറ്റി പഠിക്കാൻ പോകുന്നത്, ഹിമാചലിനെ പറ്റിയിട്ട്. യെസ്. നമ്മുടെ ശിവാലിക്കിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ആളാണ് നമ്മുടെ ഹിമാചൽ. ക്ലിയർ? ശിവാലിക്കിൻ്റെ തൊട്ട് മുകളിൽ കാണപ്പെടുന്ന ആളാണ് നമ്മുടെ ഹിമാചൽ മൗണ്ടൻ റേഞ്ച്. ഇനി അതിൻ്റെ എലിവേഷൻ പഠിക്കാനുണ്ട്. നമുക്ക് ശിവാലിക്കിൻ്റെ എലിവേഷൻ പഠിക്കാനുണ്ടായിരുന്നോ? ഇല്ല. ശിവാലിക്കിൻ്റെ വിഡ്ത്ത് മാത്രം നമ്മൾ പഠിക്കാനുണ്ടായിരുന്നത്. എത്രയായിരുന്നു ശിവാലിക്കിൻ്റെ വിഡ്ത്ത്? എത്രയായിരുന്നു? 60 to 150 കിലോമീറ്റർ ആണ്. ശിവാലിക്കിൻ്റെ എലിവേഷൻ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഹിമാചലിൻ്റെ എലിവേഷൻ പഠിക്കാനുണ്ട്. എത്രയാണ്? 3500 മുതൽ 4500 മീറ്റേഴ്സാണ്. 3500 മുതൽ 4500 മീറ്റേഴ്സാണ് നമ്മുടെ ഹിമാചലിൻ്റെ എലിവേഷൻ, ആവറേജ് എലിവേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. എബവ് ദി മീൻ സീ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിന് മുകളിലായിട്ട് കാണപ്പെടുന്ന എലിവേഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദിസ് റേഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് ദി ലെസ്സർ ഹിമാലയാസ് ആൻഡ് ഹാസ് എ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഹിമാചൽ മൗണ്ടൻ റേഞ്ചസിന് ഒരു പേരും കൂടി ഉണ്ട്. എന്താണ്? ലെസ്സർ ഹിമാലയാസ് എന്നറിയപ്പെടും. അതേപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും പഠിക്കണം. എത്രയാണ് വിഡ്ത്ത്? 60 to 80 കിലോമീറ്റർ ആണ് നമ്മുടെ ഹിമാചലിൻ്റെ വിഡ്ത്ത്. ഹിമാചലിൻ്റെ വിഡ്ത്തും എലിവേഷനും അറിഞ്ഞിരിക്കണം. എലിവേഷൻ എത്രയായിരുന്നു?
3500 മുതൽ 4500. വിഡ്ത്ത് എത്രയാണ്? 60 to 80 കിലോമീറ്റർ. അപ്പം നമ്മൾ ഹിമാചൽ പഠിച്ചില്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹിമാദ്രിനെ പറ്റിയിട്ടാണ്. ഹിമാദ്രിക്ക് ഒരു പേരൂടെ ഉണ്ട്, ഒന്നല്ല 2 പേരുണ്ട്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്, അതേപോലെ ഇന്നർ ഹിമാലയാസ് ഉണ്ട്. ക്ലിയർ? ഹിമാദ്രീനെ ഏതൊക്കെ പറയും നമ്മൾ? എത്ര പേരുണ്ട്? 2 പേരുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്, ഇന്നർ ഹിമാലയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് കേട്ട അപ്പോൾ ഓർമ്മ വരണം, അത് നമ്മുടെ ഹിമാദ്രിയാണെന്ന്. ഓക്കെ, അപ്പോൾ ദി ഹിമാദ്രി which is also known as the Greater Himalayas or the Inner Himalayas is the mountain range that lies at an average elevation of about 6,100 meter above the mean sea level. അപ്പോൾ നമ്മുടെ ഹിമാദ്രിയുടെ എലിവേഷൻ നമുക്ക് പഠിക്കണം അല്ലേ? എത്രയാണ് ഹിമാദ്രിയുടെ എലിവേഷൻ? 6,100. ഹിമാചലിൻ്റെ എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ? 3,500 മുതൽ 4,500. അതിനേക്കാളും കൂടിയതാണ് നമ്മുടെ ഹിമാദ്രിക്ക് എത്രയാണ്? 6,100. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എലിവേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലേ. ഔട്ടർ ഹിമാലയ ആയിട്ടുള്ള നമ്മുടെ ശിവാലിക്കിന് ഏറ്റവും കുറവ് എലിവേഷനാണ്. അതിനേക്കാളും കുറച്ച് കൂടിയതാണ് നമ്മുടെ ലെസർ ഹിമാലയാസ് ആയിട്ടുള്ള ഹിമാചൽ മൗണ്ടൻ റേഞ്ച്. അതിനേക്കാളും കൂടിയതാണ് ഗ്രേറ്റർ ഹിമാലയ ആയിട്ടുള്ള ഹിമാദ്രി. ക്ലിയർ അല്ലേ? ഓക്കെ. ദ വിഡ്ത്ത് ഓഫ് ദി റേഞ്ച് ഈസ് നിയർലി 25 കിലോമീറ്റർ. ഇനി ഹിമാദ്രിയുടെ വിഡ്ത്ത് എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. ദീസ് ആർ സ്നോ ക്ലാഡ് മൗണ്ടൻസ്. സ്നോ ക്ലാഡ് എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലയാണ് നമ്മുടെ ഹിമാദ്രി. ക്ലിയർ അല്ലേ? മോസ്റ്റ് ഓഫ് ദി വേൾഡ്സ് ഹയസ്റ്റ് പീക്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. ഈ ഹിമാദ്രി നമുക്ക് ഓൾറെഡി മനസ്സിലായില്ലേ? ഹിമാദ്രി പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മലനിരകളെല്ലാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഹിമാലയാസൊക്കെ ഉണ്ടായത്, അതിൻ്റെ ഉത്ഭവമൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അടുത്ത ടോപ്പിക്കാണ് ഒറിജിൻ ഓഫ് ദി ഹിമാലയാസ്. ഡു യു നോ ദാറ്റ് ദി ഹിമാലയാസ് വിച്ച് ഈസ് വൺ ഓഫ് ദി ലോഫ്റ്റി മൗണ്ടൻസ് ഓഫ് ദി വേൾഡ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്? വാട്ട് മേ ബി ദ റീസൺ? നിങ്ങൾക്കറിയോ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഹിമാലയാസ് ഇല്ലേ, അതൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുമെന്ന് ചോദിക്കുകയാണേ. ഹിമാലയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് മലനിരകളുണ്ടല്ലേ, അതിൽ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഹിമാലയാസ്. ഇപ്പോൾ ഈ ലോകത്ത് എന്തോരം ഹൈറ്റ് കൂടി ഇതേപോലെ ഹൈറ്റുള്ള എത്ര മലകളുണ്ടെന്ന് അറിയോ? അപ്പോൾ അതെല്ലാം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത ഭാഗം പഠിക്കുന്നതിന് മുൻപ് നമുക്കൊരു സംഭവം അറിയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവർ ടെക്ടോണിക് പ്ലേറ്റ്. എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്? നല്ല പേരല്ലേ? അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയണ്ടേ? യെസ്. അപ്പം അതിന് നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള ഒരു സംഭവം ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ നമ്മുടെ ഭൂമിയെ ഒരുപാട് പാർട്ടാക്കി തിരിച്ചിരുന്നു. ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കോറ്, മാൻറ്റിൽ, ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ് നമ്മുടെ കോറ്. അതിന് തൊട്ട് പുറമേ കാണുന്നതാണ് മാൻറ്റിൽ. പിന്നെ ഇത് ഈ പുറമേ കാണുന്ന ഭാഗമില്ലേ, അതാണ് ക്രസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു, നടുക്കിൽ കാണുന്ന മാൻറ്റിൽ രണ്ടെണ്ണുണ്ട്. ഔട്ടർ മാൻറ്റിലുണ്ട്, ഇന്നർ മാൻറ്റിലുണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ പുറമേ കാണുന്ന ഭൂമിയുടെ പുറമേ കാണുന്ന ക്രസ്റ്റും അതേപോലെ ഈ നടുക്കിൽ കാണുന്ന മാൻറ്റിലിൻ്റെ മുകളിലത്തെ പോർഷൻ അപ്പർ മാൻറ്റിലും കൂടിയിട്ട് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ലിത്തോസ്ഫിയർ. എന്താണ് ലിത്തോസ്ഫിയർ? ലിത്തോസ്ഫിയർ എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? അറിയണം. അപ്പം ലിത്തോസ്ഫിയർ ഫോം ചെയ്തിരിക്കുന്നത് ക്രസ്റ്റും അപ്പർ മാൻറ്റിലും കൂടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ടെക്ടോണിക് പ്ലേറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ.
ഓക്കെ, അത് ഈ ബോക്സിലാണ് ഞാൻ പറയുന്നത്, ബോക്സ് നോക്കിയാൽ മതി. അപ്പം ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോഴേ ഒരുപാട് കഷ്ണം പോലെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ ഈ ഫിഗറിൽ കാണുന്നില്ലേ, ഒരുപാട് പീസസ് ആണേ നമ്മുടെ ലിത്തോസ്ഫിയറിൽ. പോർഷൻസ് ഓഫ് സച്ച് ലിത്തോസ്ഫിയറിക് പാർട്ട് ഈച്ച് വിത്ത് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ. അങ്ങനെ നമ്മൾ വിചാരിക്കും കുഞ്ഞേ പീസാണ്, അല്ല, ആ ഓരോ പീസും ആയിരക്കണക്കിന് മീറ്റേഴ്സ് ആണേ. ഓക്കെ, അങ്ങനെ തൗസൻഡ്സ് ഓഫ് മീറ്റേഴ്സ് അല്ല, ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഓഫ് വിഡ്ത്ത് ആൻഡ് നിയർലി 100 കിലോമീറ്റർ തിക്ക് എന്താ, അതിൻ്റെ 100 കിലോമീറ്റർ ആഴത്തിന് പോകുന്ന ഒരുപാട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ കൂടിയതാണിത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. ദീസ് പ്ലേറ്റ്സ് മേ കവർ ദി കോണ്ടിനെൻ്റൽ ഓഷ്യൻ. അപ്പം എന്താണ്, ഇതിൽ ചിലപ്പം കരഭാഗം വരാം, ചിലപ്പോൾ എന്താവാം, കടലാവാം, ഒക്കെ ആവാം ഈ പ്ലേറ്റുകളിൽ. അപ്പോൾ ഓരോ പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റ് അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്, നമ്മുടെ ഭൂമിയിൽ ലിത്തോസ്ഫിയർ, ആ പുറം പാളി ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കഷ്ണം പോലെയാണ്, ഒരുപാട് പീസസ് പോലെയാണ്. ആ ഓരോ പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേറ്റുകൾ, ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ. അങ്ങനെ കുഞ്ഞേ പ്ലേറ്റ് അല്ല അത്. അതിന് എത്ര കിലോമീറ്ററാണ് തിക്ക് വരുന്നത്, 100 കിലോമീറ്റേഴ്സ് ഓഫ് തിക്കും അതേപോലെ ആയിരക്കണക്കിന് കിലോമീറ്റർ വിട്ടും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ടെക്ടോണിക് പ്ലേറ്റ് എന്നൊക്കെ ഏറെക്കുറെ മനസ്സിലായില്ലേ? മൊത്തം മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ടെക്ടോണിക് പ്ലേറ്റ്സിനെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് അടുത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേ. നമ്മുടെ ഹിമാലയാസ് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിന് കാരണം ഈ പറഞ്ഞ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് പറയുന്നത്. എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ്? എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നറിയോ നിങ്ങൾക്ക്? ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദി ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. അപ്പം ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരുപാട് വോൾക്കാനിക് ഇറപ്ഷൻസിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ മാഗ്മയില്ലേ, ആ മാഗ്മ പോലത്തെ സംഭവങ്ങൾ കൂളായി തണുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ക്രിസ്റ്റൽ റോക്കുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്റ്റൽ റോക്കുകൾ എന്താണ്, ക്രിസ്റ്റൽ റോക്കുകളിൽ ചിലപ്പം കരഭാഗങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഓഷനായിട്ട് മാറിയിട്ടുണ്ടാവാം. ഇതെല്ലാം നമ്മൾ ഓരോ പ്ലേറ്റുകളായിട്ട് നമ്മൾ പറയും. അതിനെയാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ ഭൂമി കുറേ പ്ലേറ്റുകളായി തിരിച്ചിരിക്കുന്നു, ഒരുപാട് പീസാക്കി തിരിച്ചിരിക്കുന്നു. അത് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് പറയും. അത്ര ക്ലിയർ അല്ലേ? ഓക്കെ, ലിത്തോസ്ഫിയർ എവിടെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നറിയോ? ആസ്തനോസ്ഫിയർ എന്ന് പറയും. എന്താണ് ആസ്തനോസ്ഫിയർ? ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലിത്തോസ്ഫിയർ എവിടെയാണെന്നും ആസ്തനോസ്ഫിയർ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഇത് വീണ്ടും പറയുന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയറിൻ്റെ താഴെയാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ആസ്തനോസ്ഫിയറിനെ. ഓക്കെ, നമുക്ക് ആ സെൻറ്റൻസ് വായിക്കാം. ആസ്തനോസ്ഫിയർ ഈസ് ദ സോൺ ബിനീത്ത് ദി ലിത്തോസ്ഫിയർ വേർ the rocks are molten and are in a semi-plastic state due to the high temperature. അപ്പോൾ ഈ ആസ്തനോസ്ഫിയർ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അവിടെ നല്ല ചൂടാണ്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം എന്താണ് അവിടുത്തെ പാറകളും ഒക്കെ എങ്ങനെ ഇരിക്കുന്ന അറിയോ? ഈ മെഴുകുതിരി ഉരുകിയ എങ്ങനെയായിരിക്കും അതേപോലെ ഉരുകി നിൽക്കുന്ന അവസ്ഥയാണ് അവിടുത്തെ എല്ലാത്തിനും. അതുകൊണ്ടാണ് സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണ് അവിടെ കാണുന്നത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദി ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോലി അബൌവ് ദി ആസ്തനോസ്ഫിയർ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, ഈ പറഞ്ഞ ആസ്തനോസ്ഫിയറിൻ്റെ മുകളിലല്ലേ നമ്മുടെ ആരുള്ളത്? ലിത്തോസ്ഫിയർ ഉള്ളത്, അവിടുത്തെ പ്ലേറ്റുകളുള്ളത്, ടെക്ടോണിക് പ്ലേറ്റുകളുള്ളത്. ഈ പ്ലേറ്റ് എല്ലാം ഈ പറഞ്ഞ ഉരുകി നിൽക്കുന്ന ആസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർക്കപ്പം മെല്ലെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? മെല്ലെ മൂവ് ചെയ്യാൻ പറ്റും. വെരി സ്ലോലി, അത്ര പെട്ടെന്നൊന്നല്ല, ചെറുതായിട്ട് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഈ ആസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് അവർക്ക് അനങ്ങാൻ പറ്റുന്നു. ആർക്ക്? ഈ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക്.
നിങ്ങൾക്ക് ചെറുതായൊക്കെ ഒന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വീണ്ടും ഇത് വായിച്ച് നോക്കിയാൽ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഓക്കെ, അടുത്തത് വായിക്കാം. മൗണ്ടൻ ബിൽഡിംഗ് ആർ ആക്റ്റീവ് അലോങ് ദി പ്ലേറ്റ് ബൗണ്ടറീസ്. മൗണ്ടൻ ബിൽഡിംഗ്, മല ഉണ്ടാവുന്ന പ്രോസസ്സില്ലേ, അതിന് നമ്മൾ പറയും ഒറോജനിക് എന്ന് പറയും കേട്ടോ. എന്താ പറയുക? ഒറോജനിക്. അപ്പോൾ ഈ മല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പ്ലേറ്റുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണല്ലേ. ഈ പ്ലേറ്റിൻ്റെ ഒക്കെ ബൗണ്ടറിയുമാണ് എന്ത് സംഭവിക്കുന്നത്? ദേ ഈ ബോർഡറുമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മലയൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് ബൗണ്ടറീസിനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ മല ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും മനസ്സിലായില്ലേ? ഓക്കെ, പ്ലേറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ആ പ്ലേറ്റുകളിനെ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു. ഈ പ്ലേറ്റുകളെല്ലാം ആസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായി മൂവ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു ഇല്ലേ? ഓക്കെ, ഇനി മൗണ്ടൻ ഉണ്ടാവുന്ന പ്രോസസ്സിന് എന്താ പറയുക? ഒറോജനിക് എന്നാണ് പറയുക. ഓക്കെ, ഇനി എവിടെയാണ് മല ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്ലേറ്റുകളുടെ ബൗണ്ടറീസുമെയാണ് പഠിച്ചു. ഇത്രയും മനസ്സിലായില്ലേ? യെസ്. ഇനി ഈ ബൗണ്ടറീസ് ഞാൻ പറഞ്ഞില്ലേ, എത്ര ബൗണ്ടറീസ് ഉണ്ടെന്നറിയോ? 3 തരത്തിലാണ് ഈ പറഞ്ഞ പ്ലേറ്റുകളുടെ ബൗണ്ടറീസ് ഉള്ളത്. എത്ര ഉണ്ട്? 3 ടൈപ്പ്. ഒരെണ്ണമാണ് കൺവേർജൻറ്റ്, രണ്ടാമത്തെയാണ് ഡൈവേർജൻറ്റ്, മൂന്നാമത്തെയാണ് ട്രാൻസ്ഫോം. എത്ര ഉണ്ട്? 3 ഉണ്ട്. ഒന്നാമത്തെ കൺവേർജൻറ്റ്, ഡൈവേർജൻറ്റ്, ട്രാൻസ്ഫോം. ട്രാൻസ്ഫോമിന് ഒരു പേരും കൂടി ഉണ്ട്, ഷിയർ. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര ബൗണ്ടറീസ് ഉണ്ട്? 3 എണ്ണം. കൺവേർജൻറ്റ്, ഡൈവേർജൻറ്റ്, ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ഇത്രയും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ അവർ ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ബൗണ്ടറീസിൻ്റെയും കൺവേർജൻറ്റ് ഇവിടെ ഉണ്ട്, ഡൈവേർജൻറ്റ് ഉണ്ട്, ട്രാൻസ്ഫോം. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറൊക്കെ നോക്കാം. ഓക്കെ, കൺവേർജൻറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഇപ്പോൾ നോക്കിയേ, ഇത് 2 പ്ലേറ്റ് ആണേ. ആ 2 പ്ലേറ്റും അടുത്തോട്ട് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ഈ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ പ്ലേറ്റ് എങ്ങോട്ടാ മൂവ് ചെയ്യുക? അപ്പുറത്തെ പ്ലേറ്റ്. അത് ഇങ്ങോട്ടാവും മൂവ് ചെയ്യുക, അപ്പുറത്തെ പ്ലേറ്റിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. അങ്ങനെ പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരെ മൂവ് ചെയ്യും. അങ്ങനത്തെ ബൗണ്ടറീസ് ആണ് നമ്മുടെ കൺവേർജൻറ്റ് ബൗണ്ടറീസ്. ഓക്കെ, ആ 2 ബൗണ്ടറീസും പരസ്പരം മൂവ് ചെയ്യും. അതാണ് കൺവേർജൻറ്റ് ബൗണ്ടറീസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അതിനകത്ത് നമ്മൾ സെൻറ്റൻസായി പറഞ്ഞു നോക്കി നിങ്ങൾ. ബൗണ്ടറീസ്. അപ്പോൾ എന്താണ് കൺവേർജൻറ്റ് ബൗണ്ടറീസ്? ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ആ 2 പേരും പരസ്പരം എന്താ ചെയ്യുന്നത്? മൂവ് ചെയ്യുന്ന ബൗണ്ടറീസ് നമ്മൾ പറയുന്ന പേരാണ് കൺവേർജൻറ്റ് ബൗണ്ടറി. ക്ലിയർ? കൺവേർജൻറ്റ് ബൗണ്ടറീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈവേർജൻറ്റ് ബൗണ്ടറീസ് കേട്ടോ. നമ്മുടെ കൺവേർജൻറ്റിൽ നേരെ അടുത്തോട്ടായിരുന്നു വരുന്നത് അല്ലേ. ഡൈവേർജൻറ്റ് അങ്ങനെയല്ല, അകന്ന് പോവാണ് ചെയ്യുക. കണ്ടില്ലേ നിങ്ങൾ ഈ ഫിഗറിൽ? ഇതിങ്ങോട്ട് പോവും, അതങ്ങോട്ട് പോവും. അപ്പം അകന്ന് പോവാണ് ചെയ്യുന്നത്. വായിക്കാം, ഇവിടുത്തെ വായിച്ചേ. ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ. രണ്ടുപേരും അകന്ന് പോവില്ലേ, അടുത്തോട്ടാണോ? ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തോട്ട്, അതാരായിരുന്നു? കൺവേർജൻറ്റ്. എവേ എന്ന് പറഞ്ഞാൽ അകലോട്ട്, അതാരായിരുന്നു? ഡൈവേർജൻറ്റ് ബൗണ്ടറി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം, ട്രാൻസ്ഫോം ബൗണ്ടറി. ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. ആ ഫിഗർ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും അങ്ങനെ പോവും. നമ്മുടെ ട്രാൻസ്ഫോം ബൗണ്ടറി. അപ്പോൾ എത്ര ബൗണ്ടറി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? കൺവേർജൻ്റ് എങ്ങനെയാണ്? അടുത്തോട്ട് മൂവ് ചെയ്യില്ലേ. ഡൈവേർജൻ്റ് എങ്ങനെയാണ്? അകന്ന് പോവും, എവേ, മൂവ്സ് എവേ. പിന്നെ ട്രാൻസ്ഫോം ബൗണ്ടറി അവരിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 3 ബൗണ്ടറീസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് വായിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഇവിടം വരെ എടുക്കുന്നുള്ളൂ. ഞാൻ ഇന്ന് ഈ ചാപ്റ്റർ മൊത്തം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് ശരിയാവില്ല. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നല്ല വൃത്തിക്ക് ഈ വീഡിയോ കാണുമ്പോൾ പഠിച്ചു പോണേ. അപ്പം ഇന്ന് ഞാൻ ഇവിടം വരെയാണ് എടുക്കുന്നത്. ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂലേ? ഓക്കെ, മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ബാക്കി ഞാൻ പറയും. മാക്സിമം ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഞാൻ ഉറപ്പ് പറയില്ല.
എനിവേ നാളെ തന്നെ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും ഈ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ തീർത്തിട്ടേ ഞാൻ വേറെ എടുക്കുന്നുള്ളൂ. കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ തീർക്കാനുണ്ടെന്നറിയാം. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാനാണ് പറയുന്നത്, കാരണം ഫസ്റ്റ് ചാപ്റ്ററൊക്കെ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ നോക്കാം. എന്തായാലും നമ്മുടെ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാവേ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കിട്ടും. ലിങ്കിൽ ജോയിൻ ആയാൽ നമുക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കരുത്, മാക്സിമം അയക്കാതിരിക്കാൻ നോക്കുക. എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ലിങ്ക് ഞാൻ അപ്പം തന്നെ അതിൽ അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലേഗ് ആവാണ്ട് വീഡിയോ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ബൈ, നന്നായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.